നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ മകീരത്തറ, തിരുവാതിര, പുണർതം, മുക്കാല്, മിഥുനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം, എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസമില്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ നമുക്ക്? അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പം എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പം എന്തായാലും മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ 15-ാം തീയതി വരെ 12-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ടും നല്ല ഫലമല്ല, ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. 15-ാം തീയതി വരെ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അതായത് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആരും മോശഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല. പക്ഷേ 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ഇങ്ങനെയാണ്. ജന്മത്തിലേക്ക് വരുമ്പോഴോ ശരീരത്തിന് തന്നെ പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക, ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുക, ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാലം അത്ര അനുകൂലമല്ല, ധനത്തിന് ചെലവ് വന്നു ചേരുക, അലച്ചിലുണ്ടാവുക. അതായത് 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായ ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ, നാമങ്ങൾ ജപിക്കുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ക്ഷേത്ര ദർശനം പെട്ടെന്ന് സാധ്യമായി എന്ന് വരില്ല. കുടുംബത്തിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി മഹാദേവനെ പ്രാർത്ഥിക്കാം, പഞ്ചാക്ഷരം ജപിക്കാം. അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഈ വരുന്ന ജൂൺ മാസത്തിൽ ചൊവ്വയ്ക്ക് 2 മാറ്റങ്ങളുണ്ട്. 7-ാം തീയതി വരെ 2-ലാണ് ചൊവ്വ, അതിനുശേഷം 3-ലേക്ക് വരും. 7-ാം തീയതി വരെ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ട് തന്നെയാണ്. അപ്പം 2-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അതായത് തസ്കര ഭയം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ധനം കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ, അതായത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാലോ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും. അപ്പൊ നമ്മളുടെ മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള രേഖകളായിക്കോട്ടെ, ധനമായിക്കോട്ടെ, അതൊക്കെ അവരുടെ കയ്യിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ അഗ്നിസംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്നൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു. മനോവിചാര വ്യാധികൾ വന്നു ചേരുക, അസൂയാലുക്കളുടെ വർധനവ്. അതായത് 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് 7-ാം തീയതി വരെ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇതേപോലെ ഉള്ളതായിട്ടുള്ള ഭദ്രകാളിയുടെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ, നാമങ്ങൾ ജപിച്ചോളൂ. ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ്. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് 7-ാം തീയതിക്ക് ശേഷം 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ നേരിയാവും, അല്ലേ? പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ
ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഗുണാനുഭവങ്ങൾ, ധനലാഭം ഉണ്ടാവുക, ദ്രവ്യലാഭം ഉണ്ടാവുക. അതായത് 3 നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്നതായിട്ടുള്ള ജൂൺ മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 6-ാം തീയതി വരെ 12-ലാണ്. അതിനുശേഷം 23-ാം തീയതി വരെ ജന്മത്തിലേക്ക് വരും. 23-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ലേക്ക് വരും. 6-ാം തീയതി വരെ 12-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ഫലത്തെ സൂചിപ്പിച്ചത് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹത്തെ തന്നെയാണ്. അതായത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ കലഹം ഉണ്ടാവുക. അപ്പൊ നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 23-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് ഈ ജന്മത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞതായിട്ടുള്ള ആ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ്. അതായത് നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ചും ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 23-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് 23-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധി വേണ്ട സമയത്ത് തോന്നാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ബുദ്ധിമാന്ദ്യം ഉണ്ടാകും. നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ആ വേണ്ട സമയത്ത് അതങ്ങോട്ട് തോന്നണ്ടേ. ആ സമയത്ത് തോന്നേണ്ടതായിട്ടുള്ള ബുദ്ധി പിന്നെ മറ്റൊരു സമയത്ത് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി ആ വേണ്ട സമയത്ത് വന്നു ചേരാത്തൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക. ധനപരമായിട്ടും അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ആർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഫലമല്ല. അതായത് സ്ഥാനഭ്രംശം ഉണ്ടാവുക. ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ വന്നു ചേരുവാനായിട്ടുള്ള ഒരു ഫലത്തെയും ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടുമുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിലെത്തി ആരാധിക്കേണ്ടത്. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിൽ തൊഴുതു കഴിഞ്ഞാൽ തന്നെ ആ മോശഫലങ്ങൾ ഇല്ലാതാവും. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായിന്ന് വരില്ല, അല്ലേ? ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ക്ഷേത്ര ദർശനം സാധ്യമായിന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക്, അതായത് വാസസ്ഥലത്ത് നമുക്ക് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജപിക്കാലോ. അപ്പൊ നാമം ജപിക്കുന്ന സമയത്ത് നാരായണ എന്നുള്ള ജപിക്കുക. അപ്പോൾ ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ മിഥുനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല നിന്നത്. മോശഫലങ്ങളെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ശുക്രൻ 11-ലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹം 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, കുടുംബ സുഖം അനുഭവേദ്യമായിട്ട് വരിക, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, അതേപോലെ തന്നെ ബന്ധുഗുണം വന്നു ചേരുക. ബന്ധുഗുണം നമുക്ക് എല്ലാവർക്കും വേണം, അല്ലേ? അപ്പൊ ഓരോ ജീവിത സാഹചര്യത്തിൽ ബന്ധുക്കൾ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ഫലമല്ല. അപ്പൊ 11-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ ശുക്രനെ കൊണ്ട് ബന്ധുഗുണത്തെയും സൂചിപ്പിക്കുന്നു. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലമാണ് 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. 10-ലാണ് ശനി, കണ്ടകശനി സ്ഥാനമാണ്. കണ്ടകശനി സ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ പോലും നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കർമ്മസിദ്ധി ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു കാലയളവ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറച്ചൊരു മടി ഉണ്ടാവുക. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് മടി ഉണ്ടാവുക. പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പഠിക്കാൻ തോന്നാതിരിക്കുക. അതേപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശനൈശ്വര എന്ന മാന്നുള്ള നാമം ജപിക്കുക. അപ്പൊ ഈ 10-ൽ നിൽക്കുന്ന ശരിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള
മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.